തമ്മിൽ തമ്മിൽ കലഹിക്കുകയും വായിൽ തോന്നിയത് വിളിച്ചു പറയുകയും ചെയ്യുന്ന ബിജെപിക്കും കോൺഗ്രസിനും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നറിയിപ്പ്. ജാതി, സമുദായം, ഭാഷാടിസ്ഥാനത്തിലുള്ള പ്രചാരണം എന്നിവ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബിജെപിയോടും കോൺഗ്രസിനോടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ നിലവാരമുള്ള തിരഞ്ഞെടുപ്പ് പാരമ്പര്യത്തെ ദുർബലപ്പെടുത്താൻ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളെ അനുവദിക്കാനാവില്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള തങ്ങളുടെ താരപ്രചാരകർക്ക് തിരുത്താനും ശ്രദ്ധാലുവായിരിക്കാനും മര്യാദ പാലിക്കാനും ഔദ്യോഗിക കുറിപ്പുകൾ നൽകണമെന്ന് ബിജെപി അധ്യക്ഷൻ JP നദ്ദയോടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയോടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രചരണ വേളയിൽ മതപരവും സാമുദായികവുമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നത് വിജയിക്കാൻ മാത്രമല്ല, വോട്ടർമാർക്ക് അനുകരിക്കാനും പ്രതീക്ഷകൾ വളർത്തിയെടുക്കാനും അവരുടെ ഏറ്റവും മികച്ച രീതിയിൽ സ്വയം അവതരിപ്പിക്കാനുമുള്ള അവസരം പ്രയോജനപ്പെടുത്തുന്ന ഒരു പ്രക്രിയ കൂടിയാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകി. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഇന്ത്യയുടെ സംയോജിതവും വൈകാരികവുമായ പ്രായോഗിക വശങ്ങളുമായി പ്രചരണ രീതികൾ പൂർണ്ണമായും BJP വിന്യസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നദ്ദയ്ക്ക് അയച്ച കത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. മാതൃകാ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് വിലക്കപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാ താരപ്രചാരകരോടും പറയണമെന്ന് BJPയോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. നിലവിലുള്ള വ്യത്യാസം വർദ്ധിപ്പിക്കുന്നതോ പരസ്പര വിദ്വേഷം സൃഷ്ടിക്കുന്നതോ മതപരമോ ഭാഷാപരമോ ആയ വ്യത്യസ്ത ജാതികളും സമുദായങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാക്കുന്നതോ ആയ ഒരു പ്രവർത്തനത്തിലും ഒരു പാർട്ടിയും സ്ഥാനാർത്ഥിയും ഉൾപ്പെടരുത്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ പൊതു പെരുമാറ്റച്ചട്ടങ്ങൾ പ്രകാരം നിരോധിച്ച പ്രസ്താവനകൾ ഒഴിവാക്കുന്നതിന് നിർദ്ദേശം നൽകണമെന്ന് കോൺഗ്രസ് മേധാവിയോടും കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തീർന്നില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സായുധ സേനയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പ്രചരണങ്ങളിൽ ഏർപ്പെടാതിരിക്കാനും പ്രതിരോധ സേനകളുടെ സാമൂഹിക സാമ്പത്തിക ഘടനയെക്കുറിച്ച് ഭിന്നിപ്പുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രസ്താവനകൾ നടത്തരുതെന്നും കോൺഗ്രസ് താരപ്രചാരകരോട് ആവശ്യപ്പെടാനും ഖാർഗെയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭരണഘടന റദ്ദാക്കും എന്ന തെറ്റിദ്ധാരണ നൽകുന്ന പ്രസ്താവനകൾ നടത്തരുതെന്നും കമ്മീഷൻ കോൺഗ്രസിനോട് പറഞ്ഞു. നേരത്തെ ഇരു പാർട്ടികളും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും പരസ്പരം നേതാക്കൾക്കെതിരെ പരാതിപ്പെടുകയും ചെയ്തിരുന്നു. ഈ ആരോപണങ്ങളിൽ കമ്മീഷൻ നോട്ടീസ് നൽകുകയും പ്രതികരണം തേടുകയും ചെയ്തതാണ്. രണ്ട് പാർട്ടികളും ഉന്നയിച്ച പരാതികൾ സമഗ്രമായി ശ്രദ്ധിച്ചതായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസുകൾക്ക് മറുപടിയായുള്ള അവരുടെ വിശദീകരണം തള്ളിയതായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. ഏതായാലും വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ മോദി അടക്കമുള്ള നേതാക്കൾക്ക് എട്ടിന്റെ പണി തന്നെ കിട്ടി. പലപ്പോഴും മറ്റിതര പാർട്ടിയേക്കാളും ജാതിമത വിവേചനങ്ങൾ BJP തങ്ങളുടെ പ്രസംഗങ്ങളിൽ കൊണ്ടുവരാറുണ്ട് എന്നതാണ് സത്യം. ഏതായാലും വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. അതിനാൽ ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം സംസാരങ്ങൾ നിർത്തുക.